വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ കീം കെമിസ്ട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ DNA molecule the sugar part is dash and in RNA molecule the sugar part is dash. അപ്പൊ DNA മോളിക്യൂളിലെയും RNA മോളിക്യൂളിലെയും ഷുഗർ പാർട്സ് ആണ് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഓപ്ഷൻസിൽ നിന്ന്. ഓക്കെ, അപ്പൊ DNA മോളിക്യൂൾ അതായത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് നൈട്രോജനസ് ബേസസ് ഉണ്ട്, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ. ആൻഡ് ഓൾസോ ഒരു സ്ട്രക്ചറൽ കമ്പോണന്റ്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി വരുന്നുണ്ട്. ആൻഡ് പെൻഡോ ഷുഗർ ദാറ്റ് ഈസ് ഡിയോക്സി റൈബോസ് ഷുഗർ ആയ βD2 ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് DNA മോളിക്യൂളിന്റെ ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഏതാണ്? βD2 ഡിയോക്സി റൈബോസ് ഇൻ കേസ് ഓഫ് DNA മോളിക്യൂൾ. ഇനി RNA മോളിക്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലെ. അപ്പൊ അവിടെ വരുന്ന ഷുഗർ പാർട്ട് ഏതാണ്? βD റൈബോസ് ആണ് ഇവിടെ വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ഇ ആണ്, βD2 deoxyribose and βD ribose. Next question, which statement is correct in the following? Option A, amylose is a polymer of alpha D glucose. Option B, amylose is a polymer of beta D glucose. Option C, cellulose is a polymer of alpha D glucose. Option D, cellulose is a polymer of beta D galactose. Option E, amylose is a polymer of alpha D galactose. ഇവിടെ അമിലോസിനെ കുറിച്ചും സെല്ലുലോസിനെ കുറിച്ചുമാണ് പറയുന്നത് മെയിൻലി അല്ലെ. ഇവിടെ രണ്ടും എന്താണ്? പോളിസാക്കറൈഡ്സ് ആണ് അല്ലെ. ഇനി അമിലോസിൽ നോക്കുകയാണെങ്കിൽ അതൊരു ലീനിയർ പോളിമർ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ്. അതിനെ ബോണ്ട് ചെയ്തിരിക്കുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി സെല്ലുലോസിന്റെ കേസ് പറയുകയാണെങ്കിൽ സെല്ലുലോസ് ഈസ് എ ലീനിയർ പോളിമർ ഓഫ് ബീറ്റ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് amylose is a polymer of alpha D glucose. Next question, calculate the log of equilibrium constant, that is log Kc in the given reaction. Reaction ഇതാണ്, Mg plus 2Ag plus gives Mg2 plus 2Ag. Given that E0 cell equal to 3.245 volt. Option A 100.5, option B 110.5, option C 10, option D 100, option E 110. അപ്പൊ E0 സെല്ലിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോഗ് Kc, അതായത് ലോഗ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു അവൈലബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട് which connects E0 cell and log Kc. അതായത് E0 സെൽ എന്ന് പറയുന്നത് ഈക്വൽ ടു 0.0591 by n into log Kc ആണ് വരുന്നത്. അപ്പൊ E0 സെല്ല് 3.245 ആണ് തന്നിട്ടുണ്ട്, which is equal to 0.0591 by 2 into log Kc. അപ്പൊ ഇവിടെ നമുക്ക് log Kcയുടെ വാല്യൂ 109.8 ആയിട്ടാണ് അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത്, which can be taken as 110. So ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇ ആണ്, 110 is the log of equilibrium constant, that is log Kc value. Next question, the following diagram shows the volume temperature diagram for a process ABCA. The corresponding pressure volume diagram is. അപ്പോൾ ഇവിടെ നമുക്ക് VT graph of diagram ആണ് തന്നിട്ടുള്ളത് for a process ABCA. അതിന്റെ corresponding ആയിട്ടുള്ള PV diagram ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, പ്രോസസ് ABCAയില് C to A എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ്സിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് ഐസോതെർമലിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ C to A ഗ്രാഫ് എങ്ങനെയാണ്? ഒരു റെക്ടാങ്കുലർ പാരാബോളിക് ഷേപ്പിലാണ് അവിടെ C to A യുടെ ഗ്രാഫ് വരുന്നത്. ഇനി B to C നോക്കുകയാണെങ്കിൽ ഐസോകോറിക് പ്രോസസ്സിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആയിരിക്കും ഐസോകോറിക് പ്രോസസ്സിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പി വി ഡയഗ്രാം എന്ന് പറയുന്നത് അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ ആയിട്ടായിരിക്കും അവിടെ അപ്പിയർ ചെയ്യുന്നത്. അതായത് അതിന്റെ ഒരു കോൺസ്റ്റന്റ് വോളിയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഒരു വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ഓഫ് പ്രോസസ് എന്ന് പറയുന്നത് എ തൊട്ട് ബി ടു സി ടു വീണ്ടും ലാസ്റ്റിലേക്ക് എ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
In which of the following entropy decreases? Option A, liquid water is converted to gas. Option B, liquid water crystallizes to ice. Option C, H2 gives 2H. Option D, NH4Cl gives NH3 plus HCl. Option E, temperature of NaCl rises from 298 to 517 Kelvin. അപ്പോൾ ഇവിടെ എൻട്രോപ്പി ഡിക്രീസ് ആവുന്ന കേസാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റം എന്തുമാത്രം ഡിസോർഡേർഡ് ആണോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഡിസോർഡേർഡ് ആണോ അതിന്റെ ഒരു മെഷർമെന്റ് ആണ് ആക്ച്വലി എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് എനർജി ഇൻ എ സിസ്റ്റം ദാറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു ഡു വർക്ക്. ഇനി തെർമലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരിക്കലും അത് ഡിക്രീസ് ആവില്ല. ഓക്കെ, ഇനി ഒരു സിസ്റ്റം ഇറിവേഴ്സിബിൾ പ്രോസസ് അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്? ഓൾവേസ് ഇൻക്രീസിങ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസിന്റെ ടൈമിൽ അവിടെ എൻട്രോപ്പി എന്താണ്? ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിലാണ് എൻട്രോപ്പി ഓഫ് സിസ്റ്റം ആക്ച്വലി ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എന്താണ്? ഒരിക്കലും ഡിക്രീസ് ആവുന്ന ഒരു കണ്ടീഷൻ ഇല്ല. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ ഐഡിയാസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എൻട്രോപ്പി ഡിക്രീസ് ആവുന്നത് ലിക്വിഡ് ടു സോളിഡ് കൺവേർഷന്റെ ടൈമിലാണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി, അതായത് ലിക്വിഡ് വാട്ടർ ക്രിസ്റ്റലൈസസ് ടു ഐസ്, ഈ ഒരു പ്രോസസ്സിലാണ് എൻട്രോപ്പി ഇവിടെ ഡിക്രീസ് ആവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ 1 and 2 ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻസ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ബൈ പ്രോഡക്ട്സ് രണ്ടെണ്ണം ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ റിയാക്ടന്റ് എന്താണ്? നമ്മുടെ ടൊളുവിനാണ്. ഓക്കെ, ടൊളുവിനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ KOH സൊല്യൂഷൻ വെച്ചിട്ട് ഹീറ്റ് ചെയ്യിക്കുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് H3O+ അയോൺസ്. നമുക്ക് അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ബെൻസോയിക് ആസിഡ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് പ്രൊഡക്റ്റ് ആയിട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ റിയാക്ടന്റ് എന്താണ്? ലീനിയർ ആയിട്ടുള്ള ഒരു ആൽക്കൈൽ ബെൻസീൻ ആണ്. അതിനെ നമ്മൾ എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ KOH സൊല്യൂഷൻ വെച്ചിട്ട് ഹീറ്റ് ചെയ്യിക്കുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് H3O+ അയോൺ. സെയിം പ്രൊഡക്റ്റിനാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്, ബെൻസോയിക് ആസിഡ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഇ ആണ്. രണ്ട് കേസിലും നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്താണ്? ബെൻസോയിക് ആസിഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻസ് വി വിൽ ഗെറ്റ് ന്യൂ കാർബൺ ബോണ്ട്? ഓപ്ഷൻ എ, കാനിസാരോ റിയാക്ഷൻ ആൻഡ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. Option B, Cannizzaro reaction and Sandmeyer's reaction. Option C, Friedel-Crafts reaction and Gattermann-Koch reaction. Option D, Cannizzaro reaction and Riemer-Tiemann reaction. Option E, Sandmeyer's reaction and aldol condensation reaction. അപ്പോൾ നമുക്ക് ഇവിടെ പുതിയ കാർബൺ ബോണ്ട് കിട്ടുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ആൻഡ് ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ. ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ എന്താണ്? ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കലേഷൻ റിയാക്ഷനിലാണ് ഇത് വരുന്നത്. അതായത് അരോമാറ്റിക് കോമ്പൗണ്ട് ആയ ബെൻസീനെ നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് ദാറ്റ് ഈസ് മീഥൈൽ ക്ലോറൈഡ് വെച്ചിട്ട് ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യിക്കുകയാണ്. നമുക്ക് അവിടെ കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണ്? ടൊളുവിൻ ആൻഡ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടി ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കലൈലേഷൻ റിയാക്ഷനിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ബെൻസീനെ നമ്മൾ ട്രീറ്റ് ചെയ്യിക്കുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഇൻ അസിഡിക് മീഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ബെൻസാൽഡിഹൈഡ് ആണ് നമുക്ക് ഗട്ടർമാൻ-കോച്ച് റിയാക്ഷനിൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഗട്ടർമാൻ-കോച്ച് റിയാക്ഷനിൽ അലൂമിനിയം ക്ലോറൈഡ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഇത് അണ്ടർഗോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the nitrogen oxide that does not contain NN bond is? Option A, N2O5, option B, N2O3, option C, NO2, option D, N2O4, option E, N2O. ആക്ച്വലി നമുക്ക് ഇവിടെ രണ്ട് നൈട്രജൻ ഓക്സൈഡിൽ നൈട്രജൻ ബോണ്ട് വരുന്നില്ല. അപ്പൊ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഓപ്ഷൻ എ N2O5 ആൻഡ് ഓപ്ഷൻ സി NO2. ഇനി N2O5 നോക്കുകയാണെങ്കിൽ നൈട്രജൻ ബോണ്ടിന്റെ ഇടയ്ക്ക് എന്താണ്? ഒരു ഓക്സിജൻ മോളിക്യൂൾ കൂടി വരുന്നുണ്ട്. ഓക്കെ, സോറി, ഓക്സിജൻ ആറ്റം കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ടൊരു NN ബോണ്ട്
അവൈലബിൾ അല്ല. സോ N2O5 ഒരു ആൻസർ ആണ്. ഇനി NO2 നോക്കുകയാണെങ്കിൽ ഒരു നൈട്രജനെ ഇവിടെ ഉള്ളൂ. ഓക്കെ, വിച്ച് ഫോംസ് ബോണ്ട് വിത്ത് 2 oxygen atoms. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ A and C ആണ്. Next question. In a zero order reaction, the reactant A disappeared with a rate of reaction K equal to 0.04 m per second. The initial concentration of A is 1 m. What will be the concentration of A after 20 seconds? Option A 1.08 m, option B 0.2 m, option C 0.8 m, option D 0.002 m, option E 0.008 m. ഇവിടെ ക്യാപിറ്റൽ എം എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മോൾ ആണ്. മോൾ പെർ സെക്കൻഡ് ആണ് റേറ്റ് ഓഫ് റിയാക്ഷന്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കാണേണ്ടത് ആഫ്റ്റർ 20 സെക്കൻഡ്സ്. അപ്പൊ അത് കാണുന്ന ഒരു റിലേഷൻ ഇതാണ്, K ഈക്വൽ ടു C0 മൈനസ് CT/T. ഓക്കെ, ഇവിടെ K എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് K, which is equal to 0.04. ആൻഡ് C0 എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് A, which is 1. ആൻഡ് CT ആണ് നമുക്ക് കാണേണ്ടത്, അതായത് ടൈം ആഫ്റ്റർ 20 സെക്കൻഡ്സിലുള്ള കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് A. ആൻഡ് ഹോൾ ഡിവൈഡഡ് ബൈ 20, ദാറ്റ് ഈസ് ടൈം. ഓക്കെ, അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് A, ദാറ്റ് ഈസ് CT, എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ആഫ്റ്റർ 20 സെക്കൻഡ്സ് ഈക്വൽ ടു 0.2 മോൾസ് ആണ് വരുന്നത്. So option B is the correct answer, 0.2 moles. Next question. Following of which can be an empirical relationship between the quantity of gas adsorbed by unit mass of solid adsorbent and pressure at a particular temperature? Given X equal to mass of gas adsorbed on a mass M of the adsorbent at a pressure P, K and N are constants which depend on the nature of adsorbent and gas at a particular temperature. Okay. അപ്പൊ ഈ ഒരു എംപിരിക്കൽ റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്നത് ഫ്രൂണ്ട്ലിക് അഡ്സോർപ്ഷൻ തിയറം വെച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ഫ്രൂണ്ട്ലിക് അഡ്സോർപ്ഷൻ തിയറത്തിൽ വരുന്നത്? log x by m equal to log k plus 1 by n into log p, or നമുക്ക് അതൊന്നും കൂടി റീഅറേഞ്ച് ചെയ്താൽ log x minus log m equal to log k plus 1 by n log p നമുക്ക് എഴുതാം. ഇവിടെ കറക്റ്റ് ആൻസർ ഓഫ് റിലേഷൻഷിപ്പ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അല്ലേ? ഫ്രൂണ്ട്ലിക് അഡ്സോർപ്ഷൻ ഐസോതേർം വെച്ചിട്ട് നമുക്കൊരു മാത്തമാറ്റിക് റിലേഷൻ ആണ് കിട്ടുന്നത് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ഓൺ എ സോളിഡ് സർഫസ് ആൻഡ് ദി ഗ്യാസ് പ്രഷർ. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോ സെക്ഷനിലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. താങ്ക് യു.